ദേവ് ട്രാവൽ വേൾഡിൻ്റെ 109ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. 5 നൂറ്റാണ്ടിലേറെ പ്രായവും 43 മീറ്ററോളം ഉയരവും ലോകത്തിലെ ഏറ്റവും വലിയ തേക്കെന്ന് ഖ്യാതി നേടിയ കന്നിമരം തേക്കിൻ്റെ തണലിൽ ഇത്തിരി നേരം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാലിഫോർണിയയിലെ മാരിപ്പോസ വനമേഖലയിലെ സെക്കോയ മരങ്ങൾ കണ്ട കാഴ്ചകളാണ് ഓർമ്മയിലേക്ക് ഓടി വരുന്നത്. അതെ, 7 പേർ ചേർന്നാണ് ഈ തേക്കിനെ ചേർത്ത് പിടിക്കാൻ കൈകോർത്തത്. കന്നിമാര തേക്കിൻ തണലിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോഷൂട്ട്. പ്രകൃത്യാ ഉണ്ടായ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കെന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ 7 വേണ്ടോടത്ത് ഞങ്ങൾ 6 എന്നാലും ഒന്ന് എണ്ണിക്കാളി ഇവിടുന്ന്. 1 എണ്ണിക്കോ, 2 എണ്ണി, 2 ടീച്ചർ 3 എണ്ണി, 4 എണ്ണി, 4 മോൾ 5 5 5 7 ആയി അല്ലേ? 7 പേര്, കുഞ്ഞുമോളടക്കം 7. ടൂർ കോർഡിനേറ്റർ റിട്ടയർഡ് SFO സുരേഷിൻ്റെ നിർദ്ദേശാനുസരണം എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ. കന്നിമാര ടീക്ക് എന്ന് ഇംഗ്ലീഷിലും കന്നിമരം തേക്ക് എന്ന് മലയാളത്തിലും വിശേഷിപ്പിക്കുന്ന ഈ തേക്ക് മുത്തശ്ശിയുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ ഗൈഡ് മനോജ് വിവരിക്കുന്നു. തേക്ക് മരമാണ് കന്നിമര തേക്ക്. നമ്മള് ഇവിടുത്തെ മാക്സിമം 7 തേക്കോളം ഇവിടെ പറമ്പിക്കുളത്തുണ്ടായിരുന്നു. നേച്ചറ വളർന്നത് മാക്സിമം ഒരു 100 സ്ക്വയർ കിലോമീറ്റർ ബ്രിട്ടീഷുകാർ നാച്ചുറൽ ഫോറസ്റ്റ് വെട്ടി നശിപ്പിച്ച് മരങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുപോയി. കാരണം ചാലക്കുടി, ആനപ്പന്തം, കൊച്ചി നേരെ പറമ്പിക്കുളത്തേക്കുള്ള പണ്ട് നേരെ കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രാമ്പേ ഉണ്ടായിരുന്നു. ഈ പ്രാമ്പേ വഴിയാണ് അവർ പറമ്പിക്കുളത്തേക്ക് എത്തിയത്. കാരണം കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിൽ നിന്ന് പറമ്പിക്കുളം കാരണം ഇവിടുത്തെ ലോക്കൽ ട്രൈബൽസിനെ വെച്ചിട്ടാണ് കൊച്ചി രാജാവ് രാമവർമ്മ പുള്ളിയുടെ പേരിലാണ് അവർ പറമ്പിക്കുളത്തേക്ക് വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ ട്രൈബൽസ് അതിൽ കാടർ ഭാവം എന്ന് പറഞ്ഞിട്ട് ട്രൈബ് ഉണ്ട്. ഞാൻ എന്റെ കാസ്റ്റ് കാടറാണ്. ഈ കാടർ ഭാവം ട്രൈബൽസ് വെച്ചാൽ മാക്സിമം ഇവിടുത്തെ മരങ്ങൾ മുറിച്ചുകൊണ്ട് കപ്പൽ പണിയാണ് റെയിൽവേ ട്രാക്കിന് വേണ്ടി യൂസ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയത് പറമ്പിക്കുളം. ആ സമയം നാച്ചുറൽ ഫോറസ്റ്റുകളൊക്കെ മുറിച്ചെടുത്ത സമയം തേക്ക് കണ്ടെത്തി ട്രൈബൽസ് 6 എണ്ണം മുറിച്ചു കൊടുത്തു. ഈ ഒരെണ്ണം മുറിക്കുമ്പോൾ ഈ തേക്കിന്റെ ഉള്ളിൽ ഈ കറ കാണും. കറ അതിന് അവർ ബ്ലഡാണ് തെറ്റിദ്ധരിച്ചിട്ട് അന്ന് അവർക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവർ തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങളുടെ ദേവിയാണ് മരം മുറിക്കാൻ പാടുകൊണ്ട് അങ്ങനെ നിർത്തിച്ചൊരു മരമാണ് ഈ കന്നിമര തേക്ക്. ഏത് തേക്ക് മുറിച്ചാലും അതിലൊരു റെഡ് കളർ കറ കാണും. നിങ്ങൾ സാധാരണ പറമ്പിക്കുളം ഫോറസ്റ്റ് അല്ല വേറെ ഒരു ഫോറസ്റ്റ് പോവുകയാണെങ്കിൽ തേക്കിന്റെ ചെറിയ ഇടം കുരുത്ത് വളർന്നു വരും. ആ കുരുത്തിനെ പൊട്ടിച്ച് കയ്യിൽ ആക്കി കഴിഞ്ഞാൽ റെഡ് കളർ കറ കാണും. അതിന് ഈ ട്രൈബൽസ് ഒക്കെ എനിക്ക് അറിയാത്തതുണ്ടെങ്കിൽ ബ്ലഡാണ് മറ്റേ അങ്ങനെ നിർത്തിച്ചൊരു തേക്കാണ് കന്നിമര തേക്ക്. ഇനി ലൈഫ് കൂടുണ്ട്. ഞങ്ങളിപ്പോ ഫോട്ടോ എടുക്കുന്ന സ്ഥലം അതിന് ലൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് കന്നിമര തേക്ക്. ഇതുപോലത്തെ തേക്ക് നിങ്ങൾ നിലമ്പൂര് കണ്ടിട്ടുണ്ടാവും. നിലമ്പൂരുണ്ട്. പ്ലാന്റേഷൻ തേക്കാണ്, പച്ച തേക്ക് മരം നിലമ്പൂരുണ്ട്. ഇത് പറഞ്ഞാൽ നേച്ചറായിട്ട് തേക്ക് വളർന്ന തേക്ക് മരം. പഴക്കം ചെന്ന തേക്ക് പ്ലാന്റേഷൻ ആണ് നിലമ്പൂര്. ഇത് ലോകത്തിൽ വെച്ച് ഏറ്റവും ഏജ് കൂടിയ നേച്ചർ തേക്ക്. 52 വർഷം. ഇത് ഉള്ളിലേക്ക് ഇന്നും തേക്ക് മരം ഉണ്ട്. തേക്കുണ്ട് നേച്ചറായിട്ട് വളർന്നു കുറച്ച് വണ്ണം കൂടിയ തേക്കിന്റെ ഉള്ളിലേക്കുണ്ട്. പക്ഷെ നമുക്ക് കൊണ്ടുപോകും. സ്റ്റോറേജ് ഇട്ട് എന്ത് ചെയ്ത് സ്റ്റോറേജ് ആ തൂണക്കാട് ഡാമിൽ വെള്ളം കുറയും. ഈ ഡാമത്തെ വെള്ളം അപ്പുറത്തേക്ക് അങ്ങോട്ടും. സ്റ്റോറേജ് ഡാം അവിടേക്കും കാണാം. അവിടെ പോണ്ടല്ലേ? 5 പേര് വരെയൊക്കെ അവിടെ സ്റ്റേ ചെയ്യാം. 5 പേർക്ക് 5,900 ആണ് ചാർജ്. 5,900 ശരി ഞായറോ 6,900 വരും. കാരണം ഫുഡിനുള്ള തിക്സ് ഒക്കെ നിങ്ങൾ മേടിച്ച് 5 പേര് അവിടെ സ്റ്റേ ചെയ്യേണ്ട സൗകര്യം. കൂടെ ബോട്ട്മാൻ ഒരു 4 പേരുണ്ടാവും. കൂടെ ഒരു ഗൈഡും. നിങ്ങൾ 5 പേര് ഞങ്ങൾ 5 പേരുണ്ടാവും. സ്റ്റേ ദിവസം രാവിലെ 10:30 4 മണിയാകുമ്പോഴേക്കും ഇവിടെ അങ്ങോട്ട് പോവാം. പിറ്റേ ദിവസം രാവിലെ ഒരു 10:30 റിട്ടേൺ ഇങ്ങോട്ട്. ലൈറ്റിന്റെ സൗകര്യം സോളാർ ലൈറ്റ് ആണ്, കറണ്ട് ഇല്ല, സോളാറാണ്. ഇവിടെ ഗ്യാസ് ഇല്ല, മരകടപ്പാണ്.
വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അഭിജിത്ത് പേരാമ്പ്ര അച്ഛൻ സുരേഷിനൊപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. പറമ്പിക്കുളത്ത് നടക്കുന്ന പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും സർവേയിൽ പങ്കെടുക്കാൻ കൂടി വന്നതാണ് അദ്ദേഹം. വനം വന്യജീവി വകുപ്പ് നടത്തിയ സംസ്ഥാനതല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് അഭിജിത്താണ്. ഇന്തോനേഷ്യയിലെ ബാലിയിൽ തന്നലോട്ട് ക്ഷേത്രത്തിൽ കണ്ട കുരങ്ങന്മാരെ പോലെ പറമ്പിക്കുളത്തെ കുരങ്ങന്മാരും സന്ദർശകരുടെ കയ്യിലുള്ള എന്തും തട്ടിയെടുക്കാൻ മിടുക്കരാണ്. അവസരം കിട്ടിയാൽ സന്ദർശകർ വന്ന വാഹനത്തിനുള്ളിൽ വരെ വന്ന് പരിശോധിക്കുന്ന പതിവും ഉണ്ട്. ഇത് തുടർന്നാൽ നൈസർഗികമായി ഇര തേടാനുള്ള അവയുടെ ശേഷി നഷ്ടപ്പെടുകയും പട്ടിണിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ സന്ദർശകർ വേണ്ട ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തോട് നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂടെ മനോജ് വന്നിട്ട് നമ്മൾ ആ വഴിക്ക് ബസ് കാര്യങ്ങൾ പോവുക ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറിക്കുന്ന ഷിബുവിനെ ഏത് സമയത്ത് വിളിച്ചാലും എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം ഉൾപ്പെടെ ഇവിടെയുള്ള താമസം ഒക്കെ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ടൂർ ഗ്രൂപ്പിൻ്റെ എളിയ ഒരു ഉപഹാരം ഫോറസ്റ്റ് ഓഫീസ് ജീവനക്കാരൻ ഷിബുവിന് പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് KT രാധാകൃഷ്ണൻ മാസ്റ്റർ നൽകുന്നു. ഏതൊക്കെ വിഭാഗക്കാരെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ? കാടർ, മലസർ, മലമലസർ, മുതുവാസ്. ഈ 4 വിഭാഗത്തിൽ കാടിന്റെ ഉള്ളിൽ വസിക്കുന്ന ആരാണ്? കാടറാണ്. ആ, എല്ലാ വിഭാഗക്കാർക്കും ഒരേ തരത്തിലാണോ സംവരണം ലഭിക്കുന്നത് സർക്കാരിൽ നിന്ന്? കാറ്റഗറി ഒക്കെ സെയിം. എത്ര ഫാമിലീസ് ഉണ്ട്? 2000 ഫാമിലി 4 വിഭാഗം കൂടിയാണോ? അതിൽ മെജോറിറ്റി ആരാണ്? ഭൂരിപക്ഷം ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും കൂടുതൽ ആളുകൾ മലസറാണ് കൂടുതലുള്ളത് അല്ലേ? ന്യൂനപക്ഷമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വിഭാഗം കാടറാണ്. പഠിച്ചതൊക്കെ എവിടെയാ? പാലക്കാട്. എത്ര വരെ പഠിച്ചു? കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ എത്ര ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്? ചെറിയ കുട്ടികളൊക്കെ ഏതാണ്ട് കാട്ടിനകത്ത് വേറെ സ്കൂളില്ലേ? അവിടേക്കുള്ള ദൂരം 18 കിലോമീറ്റർ നടക്കുക തന്നെ വേണം. സ്കൂളിന് ബസ്സുണ്ട് കുട്ടികൾക്ക്. ഇവിടെയുള്ള സാധാരണ റോഡിൽ കൂടെ ഈ നാട്ടുകാർ നടക്കുമ്പോൾ എന്തെങ്കിലും വന്യജീവി ആക്രമണം നേരിട്ടിട്ടുണ്ടോ? വന്യജീവികളുടെ ആക്രമണം ഉണ്ട്. ആനയാണോ കടുവയാണോ? കടുവയുണ്ട്. കടുവ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടു. എപ്പോഴാ? രാവിലെ, ഉച്ചക്കോ, വൈകുന്നേരം? അടുത്തിട്ടാണോ? അപ്പൊ ഓടാൻ പറ്റില്ല. ഞങ്ങള് വണ്ടിയിൽ വരുമ്പോ വണ്ടി ഏത് ജീവിയെയാണ് ആളുകൾ കൂടുതൽ ഭയപ്പെടുന്നത് ഇവിടെ? ആനയാണോ കടുവയാണോ? ഇവിടെ കൂടുതൽ ഭയപ്പെടുന്നത് ആനയും കാട്ടുപോത്ത്, കരടി. ആ, കടുവയല്ല. ഓക്കെ, താങ്ക് യു. ശാസ്ത്ര സംഘടന എവിടെയാ? വീട് എവിടെയാ? ഞാൻ മലപ്പുറം മഞ്ചേരി. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ മയിലുകളെ പലയിടങ്ങളിലായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും 2ാം ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പോവുകയാണ്. വാൽപ്പാറയിലേക്കുള്ള യാത്രയിൽ റോഡിനിരുപുറവും കണ്ട കാനന ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ. വഴിയിൽ കണ്ട തേയിലത്തോട്ടങ്ങളും കണ്ണിന് കുളിരേകി. വാൽപ്പാറയിലേക്കുള്ള യാത്ര തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. തോമസ് ജെയിംസ് ഓപ്പറേഷൻസ് മാനേജറാണ്.
സ്വദേശം തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ഇവിടെ വന്നിട്ട് 30 വർഷമായി. ആയിട്ട് നമ്മുടെ സ്ഥാപനമുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റ്, ബാർ, പിന്നെ സ്റ്റാൻഡേർഡ് റൂംസ്, പിന്നെ ഈ പറയുന്ന എല്ലാ റൂംസും ഉണ്ട്. ഡിലീസ് റൂംസ് എല്ലാം ഉണ്ട്. ഇറ്റ്സ് കമ്മിങ് 3,000 rupees പ്ലസ് ടാക്സ് GST. നോർമൽ റൂം സ്റ്റാൻഡേർഡ് റൂം is 1950 and deluxe room 6,500 plus GST. Yeah, around 30 rooms we have. You have to book before. So you have to book it before. Let's book you. Okay, thank you very much. Okay, but it's Thrissur. വാൽപ്പാറയിലെ ഈ കൊച്ചു പട്ടണത്തിൽ രുചികരമായ ഉച്ചഭക്ഷണം ഒരുക്കിത്തന്ന ഗ്രീൻ ഹിൽ ഹോട്ടൽ മാനേജർ തോമസ് ജെയിംസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പറമ്പിക്കുളം യാത്രയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട കോയമ്പത്തൂർ ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയിൽ പരം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാൽപ്പാറ പശ്ചിമഘട്ടത്തിലെ ആനമല റേഞ്ചിൽപ്പെട്ട പ്രദേശമാണ്. വാൽപ്പാറ അങ്ങാടിയിൽ നിന്നും 2 കിലോമീറ്റർ അകലത്തിലായി ഒഴുകുന്ന നദിയാണ് കൂലങ്ങൽ നദി. ഡാർജിലിംഗിലെയും മുന്നാറിലെയും വയനാട്ടിലെയും തേയിലത്തോട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആസാമിലെ തേയിലത്തോട്ടങ്ങളുടേതിന് സമാനമായ നിരപ്പാർന്ന ഭൂപ്രദേശത്ത് തേയിലത്തോട്ടങ്ങൾ വാൽപ്പാറയിൽ കാണാൻ ഇടയായി. കൊച്ചു കൊച്ചു കുന്നുകളിലും താഴ്വരയിലെ വിശാലമായ സമതല പ്രദേശങ്ങളിലും ഒരുപോലെ കൃഷി ചെയ്തു വരുന്ന തേയിലത്തോട്ടങ്ങൾ സന്ദർശകർക്ക് വലിയൊരു കാഴ്ചവിരുന്നാണ് സമ്മാനിക്കുന്നത്. ഹിമസാന്ദ്രമായ അന്തരീക്ഷം, പ്രകൃതിയുടെ ശാന്തത, ജൈവവൈവിധ്യം, കാർഷിക ജീവിതശൈലി ഇങ്ങനെ പലതുകൊണ്ടും വാൽപ്പാറ മറ്റു ഭൂപ്രദേശങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു. പച്ചവിരിച്ച ഗിരിനിരകളും മലിനമാകാത്ത അന്തരീക്ഷവും തേയിലത്തോട്ടങ്ങളും കാടുകളും സന്ദർശകർ ഏറെ ഇഷ്ടപ്പെടുന്ന കാഴ്ചസ്ഥലങ്ങളും ഒത്തിണങ്ങിയ പ്രകൃതിസുന്ദരമായ ഈ ഭൂപ്രദേശത്തെ 7ാം സ്വർഗം എന്ന് വിളിക്കുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. വാൽപ്പാറ ചായയെ എ സിപ്പ് ഓഫ് ഹെവൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ 980 മീറ്റർ ഉന്നതിയിൽ ജൈവവൈവിധ്യ സമൃദ്ധമായ ഒരു പ്രദേശം. വർഷത്തിലുടനീളം തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന വാൽപ്പാറയിൽ ശൈത്യകാലത്ത് അന്തരീക്ഷ ഊഷ്മാവ് 10 ഡിഗ്രിക്കും 20 ഡിഗ്രിക്കും ഇടയിലാണ് അനുഭവപ്പെടാറുള്ളത്. വാൽപ്പാറ സന്ദർശിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ്. ജൂൺ മുതൽ ഒക്ടോബർ മാസം വരെയുള്ള മഴക്കാലത്ത് മൺസൂൺ യാത്രികർക്കും വാൽപ്പാറ സന്ദർശിച്ച് ഇവിടുത്തെ മഴക്കാലം അനുഭവിച്ചറിയാം. സമ്മർ ട്രിപ്പിന് താൽപ്പര്യമുള്ളവർക്ക് മാർച്ച് മുതൽ മെയ് വരെയും അതിനായി തിരഞ്ഞെടുക്കാം. പക്ഷി നിരീക്ഷകരുടെ പറുദീസയാണ് വാൽപ്പാറ എന്ന് പറയാറുണ്ട്. ഗ്രേറ്റ് ഹോൺബിൽ, മലബാർ പൈഡ് ഹോൺബിൽ, ഗ്രേ മലബാർ ഹോൺബിൽ എന്നിങ്ങനെ പലതരം വേഴാമ്പലുകൾ ഇവിടെ കാണപ്പെടുന്നു. സന്ദർശകർക്കായി ടീ പ്ലാന്റേഷൻ ടൂറും ഇവിടെ ഒരുക്കാറുണ്ട്. ഇവിടുത്തെ ചായത്തോട്ടങ്ങളിലെ കുടിയേറ്റ തമിഴ് തൊഴിലാളികൾ തലമുറകളായി ഇവിടെ തന്നെ വസിച്ചു വരുന്നവരാണ്.
കൊളുന്തുനുള്ളി ശേഖരിച്ച തേയിലച്ചാക്കുകൾ കമ്പനി അധികൃതർക്ക് കൈമാറാൻ കാത്തുനിൽക്കുകയാണ് ഈ വനിതാ തൊഴിലാളി. ടാറ്റ, ബാരിസ്റ്റൺ, പെപ്പാറൽ തുടങ്ങിയ കമ്പനികളുടെ ചായത്തോട്ടങ്ങൾ വാൽപ്പാറയിലുണ്ട്. കാർഷികാധിഷ്ഠിത ജീവിതം നയിച്ചിരുന്ന ഈ പ്രദേശത്ത് ടൂറിസവും നല്ല നിലയിൽ വളർന്നു വരുന്നുണ്ട്. ചാലക്കുടി നദിയിലെ ഷോളയാർ ഡാമിൻ്റെ റിസർവോയറിലെ ജലനിരപ്പ് താഴ്ന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നീണ്ട വേനൽക്കാലമായതിനാലാകാം ഇത്രയേറെ ജലനിരപ്പ് താഴ്ന്നത് എന്ന് കരുതുന്നു. നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ചാലക്കുടി നദിയുടെ തീരത്തു കൂടിയാണ്. തമിഴ്നാട് കേരള അതിർത്തിയിലൂടെയും ഒഴുകുന്ന ചാലക്കുടി നദിയെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് ഷോളയാർ നദി എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണിത്. ഷോളയാർ ഡാമിൻ്റെ വിശാലമായ ജലസംഭരണിയുടെ സമീപത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാറകൾ കൊണ്ട് നിർമ്മിച്ച ഡാമുകളുടെ കൂട്ടത്തിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഈ ഡാം ഏഷ്യയിൽ 2ാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഡാമാണ് ഷോളയാർ ഡാം. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ 1965 പണിത ഈ ഡാമിന് 430 മീറ്റർ നീളവും 54 മീറ്റർ ഉയരവും ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി മനോഹരമായ ഒരു പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടത്തേക്കാൾ ഉയരം കൂടിയ ഈ ഡാം പണിതത് അക്കാലത്തെ എഞ്ചിനീയറായിരുന്ന കെ ഗോപാലസ്വാമി മുതലിയാരുടെ നേതൃത്വത്തിലായിരുന്നു. ഷോളയാർ ഡാമിൻ്റെ റിസർവോയറിന് 153 മില്യൺ ക്യൂബിക് മീറ്റർ ജലസംഭരണ ശേഷിയാണ് ഉള്ളത്. 300 മീറ്റർ താഴ്ചയിലാണ് ഇവിടുത്തെ പവർ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. 18 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള 3 ടർബൈനുകളിൽ നിന്നായി 54 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള ശേഷിയാണ് ഇവിടുത്തെ പവർ ഹൗസിനുള്ളത്. ഈ ഡാം പൂർണ്ണമായും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ്. സായാഹ്ന സൂര്യൻ്റെ പൊൻപ്രഭയേറ്റ് സ്വർണ്ണവർണ്ണമാർന്ന ആകാശവും ഗിരിനിരകളും കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. വാൽപ്പാറ യാത്രയിൽ അല്പം അപകടകാരിയായ കാട്ടിയെ ഏറെ അടുത്ത് കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. തൊട്ടടുത്തായി ഞങ്ങളുടെ വാഹനം നിർത്തിയിട്ടും യാതൊരു കൂസലുമില്ലാതെ പുല്ലു തിന്നുന്നത് നോക്കൂ. തങ്ങളെ ആക്രമിക്കാൻ വരുന്ന കടുവയെപ്പോലും കൊമ്പിൽ കോർത്തെറിയാൻ ശേഷിയുള്ള മൃഗങ്ങളാണിവ. മടക്കയാത്രയിൽ വാഷ്റൂം ഉപയോഗിക്കുന്നതിനും റിഫ്രഷ്മെൻറ്റിനും ഞങ്ങൾ കയറിയ വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനാണിത്. നല്ല നിലയിൽ രൂപകൽപ്പന നടത്തി മുള കൊണ്ട് നിർമ്മിച്ച ഒരു ഇക്കോ ഷോപ്പും കഫേയും ഇവിടെയുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ വാങ്ങിയ മുളയരിയുടെ ഉപയോഗം ചോദിച്ച് മനസ്സിലാക്കുകയാണ്.
ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയില്ല. പായസമൊക്കെ ഉണ്ടാക്കാനല്ലേ ആ പായസം പുട്ടുണ്ടാക്കാം. പൊടിച്ചിട്ട് പൊതിർത്ത് പൊടിക്കല്ലേ എന്നിട്ട് പുട്ടുണ്ടാക്കാം. കുതിർക്കുമ്പം കൂടുതൽ സമയം വെക്കണം എന്നുണ്ട് അല്ലേ? എത്ര സമയം വേണ്ടി വരും ഏതാണ്ട്? തലേ രസം കൂടുതലിട്ടൊക്കെ നല്ലതാ. വനവിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ വൈവിധ്യമാർന്ന പല ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ നിന്നും ലഭിക്കും. പേരൊന്നും അറിയാവോ? എന്താ അലോവേര സജീവ്. രണ്ടുപേരും ഇവിടെ തൃശ്ശൂര്, കൊല്ലം. അങ്ങേര് തൃശ്ശൂര്. താങ്ക് യു. ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് വഴി വനസംരക്ഷണത്തിനും വനവാസികളുടെ ക്ഷേമത്തിനുമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളികളാവുന്നു. ഈ കെട്ടിടങ്ങളുടെ എല്ലാം മേൽക്കൂര പണിതിരിക്കുന്നത് മുളയുടെ ഇലകൾ കൊണ്ടാണ്. ഏറെ ഹൃദ്യമായ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.